അമ്മ ഒരു പാവോ, തനി നാട്ടുപുറത്തുകാരി. ആണോ? രക്ഷപ്പെട്ടു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതാ മടിച്ചിരിക്കാതെ വാ, വലതുകാലി വെച്ച് കയറി വാ. ഈ ചെറുക്കെന്താ ഏതാണ്ട് ഒരുത്തിയും പിടിച്ചും കൊണ്ട് വരുന്ന? അമ്മേ അമ്മേ, അമ്മേ, ഇതാരാ വന്നേക്കുന്നത് നോക്ക്. നിക്കളവിടെ. അമ്മേ വിളക്ക്. വിളക്കല്ലടാ, ചൂടുപ്പെടുത്തും തരാം ഞാൻ. എവിടെ വിളിച്ചും കൊണ്ട് ഇറങ്ങടാ എളുപ്പം. എടി ഒരുമ്പെട്ടവളെ, ചെറുക്കന് 18 വയസ്സാവാൻ കാത്തിരുന്നേതോടി നീ. അവനെ വിളിച്ചും കൊണ്ട് നീ കയറി പോരാൻ. എടി ഇന്നലെ ചെറുക്കന് 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. അതിന്റെ മുറിച്ചതിന്റെ ബാക്കി കേക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതേ ഉള്ളൂ. നീ നല്ല പ്രായത്തിൽ കെട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും പ്രായമുള്ള ഒരു കൊച്ചുണ്ടാവൂലായിരുന്നോടി. ഇതാണോടാ നിന്റെ പാവ അമ്മ? അമ്മ ഒരു പാവം നാട്ടുപുറത്തുകാരിയ. എടി തള്ളച്ചി, നിനക്ക് നാണം ഉണ്ടോടി ഈ മീശ മുളയ്ക്കാത്ത ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി വരാൻ? നിർത്തുകളാ നിങ്ങളുടെ ബഹളം. എടാ ചെറുക്ക, ഈ തള്ളക്ക് വിളക്ക് കേൾക്കുന്ന പൊടിയല്ല, നായ്ക്കറിന്റെ പൊടിയാ എടുത്ത് കൊടുക്കണ്ടെന്ന്. പെരട്ട് തള്ള, ഈ മൂക്കളഞ്ഞാണ്ട് ചെറുക്കനോട് ഇറങ്ങി വന്നാളല്ല ഞാൻ സെയിൽസ് കാർഡാ. ഈ ചെറുക്കനെ വഴി വെച്ച് കണ്ടപ്പോഴേ നിങ്ങൾക്ക് വിളക്ക് കേൾക്കുന്ന പൊടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി വന്നതാ. ഈ ചെറുക്കൻ പറഞ്ഞു ഇങ്ങനെ വരുന്ന പറയുന്ന അമ്മ എല്ലാം വാങ്ങിക്കാറുണ്ട്, അമ്മ അവരെ വിളിച്ചിരുത്തി വെള്ളവും കൊടുത്ത് ക്ഷീണം അയച്ച് വിടുമെന്ന്. ഈ തള്ളയെ പറ്റി അന്നോടാ നീ പറഞ്ഞേ. എടാ ചെറുക്ക, ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് 18 അല്ല 28 അല്ല 38 ആയാലും ഒരു പെണ്ണും പെടക്കൊഴിയും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും ഹതഭാഗ്യം വന്ന് പെട്ട മൂന്നാം പക്കം ഈ പെണ്ണുപിള്ളയുടെ തലമണ്ട അറിഞ്ഞു പൊട്ടിച്ചിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാൻ ചെറുക്ക. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ വലിയ പൈസയുടെ ചെലവൊന്നുമില്ല, വെറും 5 രൂപ മുടക്കിയാൽ മതി. കേട്ടല്ലേ? 5 രൂപയ്ക്ക് എന്ത് വെച്ച് രസനയാണ്? രസനല്ലടാ, ഇവർക്ക് കിട്ടും എലിവിഷം. അത് വാങ്ങി ഇവരുടെ വായി തിരികെ കൊടുക്കുന്നീ. കോട്ടെ തള്ളേ, ഞാൻ പോന്ന്. അവനും അവന്റെ ഒരു നാട്ടും പുറത്തുകാരും അമ്മയും